ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹരിയാനയിലെ സോണിപാത്ത് എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു ക്രൂരമായ ഒരു കൃത്യത്തെക്കുറിച്ചാണ്. ഹരിയാനയിലെ സോണിപാത്ത് എന്ന ഗ്രാമത്തിൽ കരണിനും ലക്ഷ്മിക്കും 5 മക്കളാണ് ഉണ്ടായിരുന്നത്. അവരിൽ 3 പേര് പെൺമക്കളും 2 പേര് ആൺകുട്ടികളുമാണ്. അതിൽ 3 പെൺകുട്ടികളെ അവിടെ അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് തന്നെ വിവാഹം കഴിച്ചയക്കുകയും അവർ സുഖമായി കഴിയുകയും ചെയ്യുന്നു. 2 ആൺമക്കൾ, അവരിൽ മൂത്തയാൾ മൻദീപും ഇളയയാൾ അമർദീപും ആയിരുന്നു. ഇവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അമറിൻ്റെ വിവാഹത്തിന് ശേഷമാണ്. അതിനുള്ള കാരണങ്ങൾ എന്തെന്ന് വെച്ചാൽ, മൻദീപ് എന്ന സഹോദരന് ഉള്ള ഒരു സ്വഭാവമാണ്. താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് തൻ്റെ വീട്ടിൽ നടക്കാവൂ എന്ന ഒരു ചിന്താഗതിയുള്ള ആളാണ് മൻദീപ്. അതുകൊണ്ട് തന്നെ താൻ ആഗ്രഹിച്ച കാര്യം നിറവേറാൻ ഏത് അറ്റവും പോകുന്ന ഒരാളാണ് അയാൾ. അമർദീപിൻ്റെ ഓഫീസിനടുത്ത് ആധാറിൻ്റെ ഒരു ക്യാമ്പ് നടക്കുകയുണ്ടായി. അതിലൂടെയാണ് തൻ്റെ പ്രണയിനിയെ അദ്ദേഹം കണ്ടുമുട്ടുകയും അവർ പ്രണയിക്കുകയും ചെയ്തത്. ദീർഘകാലത്തെ പ്രണയത്തിന് ശേഷം അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. തൻ്റെ ആവശ്യം തൻ്റെ വീട്ടുകാരെ അറിയിക്കുകയും അവർ പെൺകുട്ടിയുടെ ഫോട്ടോ മറ്റും കണ്ട് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ആ കാര്യം തൻ്റെ ജ്യേഷ്ഠനെ അറിയിച്ചപ്പോൾ ആദ്യം തന്നെ ചോദിച്ചത് പെൺകുട്ടിയുടെ ജാതി ഏതാണ് എന്നാണ്. തൻ്റെ ജാതിയല്ല എന്ന് അറിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ ഈ വിവാഹം നടക്കാൻ സമ്മതമല്ല എന്നാണ് അറിയിച്ചത്. കുറേ കാലത്തെ പരിശ്രമത്തിന് ശേഷം അമറിന് മനസ്സിലായി ജ്യേഷ്ഠൻ ഈ വിവാഹത്തിന് സമ്മതം നൽകുകയില്ല. അതിനുശേഷം അമർദീപ് ഒരു 6 മാസത്തിന് ശേഷം താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിളിച്ചിറക്കി തൻ്റെ വീട്ടിൽ കൊണ്ടുവരികയും അമറിൻ്റെ വീട്ടുകാർക്ക് ആദ്യം അതൊരു ഞെട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ തൻ്റെ മകൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ അവർ ഇറക്കി വിട്ടില്ല. തൻ്റെ മരുമക്കളായി